നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ പൂ വെറുതെ നിന്റെ കൺമുമ്പിൽ വീണതായിരിക്കില്ല. ഇത് ദേവി നിനക്ക് നൽകിയ ഉത്തരവ്. ദേവി നൽകിയ ഉത്തരവ്? അതെ, നിന്റെ പ്രാർത്ഥന ദേവി കേട്ടിരിക്കുന്നു. ചേച്ചി രാവിലെ ഡോക്ടറെ കണ്ടിരുന്നോ? ഡോക്ടർ അകത്തുണ്ട്, ട്രീറ്റ്മെന്റ് നടക്കുക. എന്നാ പിന്നെ മോളെ നീ പൊയ്ക്കോ. ഡോക്ടറെ കണ്ടിട്ട് പോവാം. ഇനി പേടിക്കാനൊന്നുമില്ല. രണ്ടുപേരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അവർക്ക് ബോധം വീണു സർ. അപകടനില തരണം ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും ബോധം വീണിട്ടില്ല. നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം. അവർക്ക് പെട്ടെന്ന് ബോധം തെളിയാനായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹലോ വല്യമ്മേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. പറമോനെ, ഋഷിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഇനി പേടിക്കാനൊന്നുമില്ല. അപകടനിലയൊക്കെ തരണം ചെയ്തെന്നാ ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഈശ്വര ഭഗവാനെ കൃഷ്ണ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ. അപ്പൊ ഇനി ടെൻഷൻ വേണ്ട അല്ലേ? അങ്ങനെ തന്നെയാ ഡോക്ടർ പറഞ്ഞത്. അവന് ബോധം വീണോ? എന്താ മോളെ? പറയാം, പറ, അവന് ബോധം വീണോ? ഇല്ല, മയക്കം തെളിഞ്ഞിട്ടില്ല. അതിന് ഇനിയും കുറച്ചു നേരം കൂടി കാത്തിരിക്കേണ്ടി വരും. എന്നാലും ഭയപ്പെടാനുള്ള സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അവന് ബോധം കൂടി വീണിരുന്നെങ്കിൽ സമാധാനായേനെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ വല്യമ്മേ. അത് തന്നെയാ ഡോക്ടറും പറഞ്ഞത്. എന്നാ ഞാൻ വിളിക്കാം. ശരി. എന്താ മോളെ? ഹോസ്പിറ്റലിൽ നിന്ന് അഭിഷേക വിളിച്ച് ഋഷി അപകടനില തരണം ചെയ്തു. നിന്റെ സംസാരം കേട്ടപ്പോ എനിക്കിത് തോന്നി. ഭഗവാൻ തുണച്ചല്ലോ. പക്ഷെ അവനിനി ബോധം തെളിഞ്ഞിട്ടില്ല അമ്മേ. ബോധമൊക്കെ തെളിയും, നീ സമാധാനിക്കേ. ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന ദൈവം ഇനിയും കൂടെ ഉണ്ടാവും. ജാനകി, ഇതൊരു ശുഭസൂചനയാ. ഇനിയിപ്പോ ഒന്നും വച്ച് താമസിപ്പിക്കണ്ട. നമ്മൾ തീരുമാനിച്ച കാര്യം പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം. നീ അഭിഷേകിനെ വിളിക്ക്, എന്നിട്ട് വേഗം വരാൻ പറയേ. കാര്യമൊന്നും ഫോണിലൂടെ വിശദീകരിക്കണ്ട. നമുക്കൊരിടം വരെ പോകണമെന്ന് മാത്രം പറഞ്ഞാ മതി. നീ വിളിക്ക്. എന്താ വല്യമ്മേ? അഭി, നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം. എന്താ കാര്യം? നമുക്ക് അത്യാവശ്യം ഒരിടം വരെ പോകാനാ. നീ വേഗം വാ. ദേവി, മഹാമായ അമ്മ ഞങ്ങളുടെ ദുഃഖങ്ങൾ കാണുന്നില്ലേ? ഋഷിയും ഗോപികയും ICUവിൽ തന്നെയാ ഇപ്പോഴും. അപകടങ്ങൾ അവർ തരണം ചെയ്തു എന്ന് ഡോക്ടർ പറഞ്ഞു. അതിൽ വലിയൊരു ആശ്വാസമുണ്ട്. അതിന് അമ്മയോട് പറഞ്ഞറിയിക്കാനാവാത്ത നന്ദിയുണ്ട്. കോടി പ്രണാമം. പക്ഷെ അവർക്ക് പൂർണ്ണമായും ബോധം തെളിയാതെ, അവരുടെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലെത്താതെ ഞങ്ങൾക്കാർക്കും ഒരു സമാധാനവും കിട്ടില്ല. അതുകൊണ്ട് ദേവി എത്രയും പെട്ടെന്ന് അവരെ പൂർവ്വസ്ഥിതിയിലെത്തിക്കണം. ഞങ്ങളുടെ ഈ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ മാറ്റിത്തരണം.
വെറുതെ നിന്റെ കൺമുമ്പിൽ വീണതായിരിക്കില്ല. ഇത് ദേവി നിനക്ക് നൽകിയ ഉത്തരവാ. ദേവി നൽകിയ ഉത്തരോ? അതെ, നിന്റെ പ്രാർത്ഥന ദേവി കേട്ടിരിക്കുന്നു. നിന്റെ കണ്ണുനീർ ദേവി കണ്ടിരിക്കുന്നു. ഋഷിയെയും ഗോപിയെയും ദേവി സുഖപ്പെടുത്തും. അവരെ ആപത്ത് ഘട്ടത്തിൽ നിന്ന് കരകയറ്റും. നമ്മുടെ ദുരിതങ്ങളും വേദനകളും എല്ലാം ദേവി മാറ്റിത്തരും. അതിന്റെ അടയാളമാ ദേവി ഈ പൂവിലൂടെ കാട്ടിത്തന്നത്. കൊള്ളാലോ മുത്തശ്ശന്റെ വ്യാഖ്യാനം. മുത്തശ്ശി ഇത് ദേവിയുടെ മറുപടിയൊന്നല്ല. പടം അലങ്കരിച്ചപ്പോ പൂവ് ശരിക്കും വെച്ചില്ല, അതുകൊണ്ട് സംഭവിച്ച. എന്റെ ഫോണാണല്ലോ അടിക്കുന്നത്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ. ഹലോ, ശ്രീകലയുടെ അച്ഛനല്ലേ? അതെ, ആരാ സംസാരിക്കുന്നത്? ഞാൻ വിമലയാ, ആനന്ദിന്റെ അമ്മ. മെട്രിമോണിയലിലൂടെ ദേവിയേക്ക് വന്ന പ്രപ്പോസല്. ആ, മനസ്സിലായി. ശ്രീകല പറഞ്ഞിരുന്നു. പറഞ്ഞോളൂ. ദേവികയുടെ പ്രൊഫൈൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനി പെൺകുട്ടിയെ ഞങ്ങൾക്ക് നേരിട്ടൊന്ന് കാണണം. ശ്രീകലയോട് ഞാൻ പറഞ്ഞപ്പോ അച്ഛനെ വിളിച്ച് സമയം അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. അതും ശ്രീകല പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് അത് നിശ്ചയിക്കാമെന്ന് കരുതി. നിങ്ങൾക്ക് എപ്പോഴാ സൗകര്യം പറഞ്ഞാൽ മതി. അല്ല, ഇന്നായാലോ? ഇന്നോ? ഇന്നാവുമ്പോ ആനന്ദിന് അധികം തിരക്കില്ല. ഇവിടുന്ന് അവിടെ എത്താൻ 1 മണിക്കൂർ സമയം മതിയല്ലോ. ഞങ്ങളൊരു 10:11 മണിയോടുകൂടി അവിടെ എത്താം. ബുദ്ധിമുട്ടാവോ? ഏയ്, അത് സാരമില്ല. ദേവിക മോൾക്ക് ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അവളോട് ലീവ് എടുക്കാൻ പറയാം. നിങ്ങൾ പോന്നുള്ളൂ. ഞങ്ങള് നേരെ ഹൈവേ വഴി വന്നാ മതിയല്ലോ. അഡ്രസ്സൊക്കെ അറിയാമല്ലോ അല്ലേ? അറിയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓ, ശരി. ശരി. താങ്ക് യു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.